ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ രാവിലെ ഇന്നലെ ഞങ്ങളിവിടെ വൈകുന്നേരം ഇവിടെ ആയിരുന്നു. പിന്നെ രാവിലെ ചേട്ടൻ്റെ ഇവിടുന്ന് ജോലിക്ക് പോയി. മോക്ക് ഇന്നലെ വരെയും കൂടെ നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് മോള് വീട്ടിലുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തോട്ട് പോകുന്നിടത്തെ വയലിലെ കൃഷികളാണ് ഇതൊക്കെ. ചീര, കപ്പ, പടവലം, അങ്ങനെ ഒത്തിരി കൃഷികളുണ്ട്. ചേന, ചേമ്പ്, പച്ചമുളക്, ഒത്തിരി കൃഷികളുണ്ട്. ഇപ്പം പന്നി ഉണ്ടായതുകൊണ്ട് ഒത്തിരി കൃഷികളൊക്കെ ഇപ്പോൾ കുറവാണ്. അല്ലെങ്കിൽ ഒത്തിരി കൃഷികൾ കണ്ടതിനായിരുന്നു. ഒരിച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാൻ സ്കൂളിലിരിക്കുന്ന വീഡിയോ ആണ് എടുത്തത്. അപ്പോൾ ചേച്ചിയൊക്കെ അപ്പുറത്തിരുന്ന് കാര്യം പറയുമായിരുന്നു. ഞാനിങ്ങോട്ട് മാറിയിരുന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ പിടിച്ചതാണ്. ഇന്നുകൂടി ഇച്ചിരി ചാണകം കൊണ്ടൊന്ന് തളിക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയൊക്കെ പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ മണ്ടയിൽ കൂടി ഇങ്ങനെ ചെറുതായിട്ട് തൂത്ത് വാരി ഇതുണ്ട് ഇതുപോലെ വിര കുത്തുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മേളിപ്പോയി പശുവിനെ കെട്ടിയെടുത്ത് പോയി ചാണകം എടുത്ത് ഞാൻ ഇച്ചിരി പൊടിയുപ്പ് ഇടാമെന്ന് വിചാരിച്ച് ചാണകത്തിനകത്തിലെ. അന്നേരം കുരിച്ചിലിങ്ങനെ കുത്തത്തില്ലെന്നാ. എടി മാറണടി പിള്ളേരെ, ഇത് ഉപ്പാ ഇങ്ങനെ പറയുന്നത്. ഇപ്പം എന്തായാലും നോക്കാം. ചാണകം കലക്കി എടുക്കുവാണേ. അപ്പോൾ ഈ മൊബൈൽ വെക്കാനൊന്നും സ്റ്റാൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തറയിൽ വെച്ചിട്ടാണ്. പിന്നെ അത് തന്നെയല്ല, മൊബൈൽ പിടിച്ചു തരാൻ ആരുമില്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ചാണകം നന്നായിട്ട് കലക്കിയേ. ഇനി ഇത് ഞാൻ കോരി വെച്ചിട്ട് നിർത്താനായതുകൊണ്ട് കേട്ടോ. എന്നാൽ എൻ്റെ കൂട്ടുകാർ പറഞ്ഞതല്ലേ, ഞാൻ മെഴുകുന്നത് കാണിച്ചു തരാൻ പറഞ്ഞായിരുന്നേ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. നേരത്തെയൊക്കെ ഞങ്ങളുടെ വീടൊക്കെ ഇങ്ങനെ ആയിരുന്നു മെഴുകിയിട്ടുള്ളത്. ഇപ്പം പോലൊക്കെയാ ഇത്രയായത്. നമ്മൾ ഇന്നലെ മെഴുകിയതിൻ്റെ മുകളിൽ കൂടെ ആയതുകൊണ്ടേ ഇങ്ങനെ ഒഴിച്ചു. എന്നിട്ട് നമ്മളിങ്ങനെ തളിച്ചെടുക്കുക കേട്ടോ. ഇന്നലെ തളിച്ചതുകൊണ്ട് നമുക്കിന്ന് എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇത്രയും മണ്ണിളകി വരത്തില്ല. ഇന്നലെ ഭയങ്കര പാടായിരുന്നു. ഇന്ന് പിന്നെ നമുക്ക് അത്രയും വലിയ പ്രയാസവും ഇല്ല. അത് തന്നെയല്ല, ഇന്ന് നമുക്ക് അത്രയും ചാണകവും വേണ്ടി വരത്തില്ല. അപ്പോൾ ഇത്ര ഇടമാണ് തളിച്ചത് കൂട്ടുകാരെ. ചാണകം തികയത്തില്ലായിരുന്നു, കുറച്ച് ചാണകമല്ലോ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നു. അപ്പോൾ മോളി ചെടിക്കൊക്കെ വെള്ളം കോരുവാണ്. ഒരു പയർ മെഴുക്കൂട്ട് വെക്കാമെന്ന് വെച്ച് പയർ അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് ഞാൻ വീഡിയോ എടുക്കാമെന്ന്. ചക്കിയേ ഇവിടെ അടി വിളിച്ചേ, അവിടെ അല്ലടി വിളിച്ചേ. ചെടിക്കെല്ലാം വെള്ളം കോരുന്നതിന് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കൂട്ടുകാർ. ഉള്ള ചെടിയെല്ലാം കൂടെ നട്ട് വളർത്തിയേക്കോ, ഇച്ചിരി ഒരു തൊട്ടി വെള്ളത്തിനകത്ത് നിൽക്കുമോ, എന്തോ ഇതെല്ലാം നട്ട് വളർത്തിയെന്ന് പറഞ്ഞു. കുറേ ഞാൻ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി, ഒത്തിരി ചെടി വീട്ടിൽ കൊണ്ടുപോയി. അപ്പം അതിൻ്റെ പകുതിയേ ഉള്ളൂ. എങ്കിലും അവിടെയൊക്കെ ചെടികളാണ്. ഇത് കണ്ടോ, ഒരു തണ്ട് വന്നിട്ട് ഇതുണ്ട് കണ്ടോ, ഒരു തണ്ട, അതിലിങ്ങനെ 2 പൊട്ട്. അപ്പം അതിനൊക്കെ എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മോള്. ഇനി റോഡിലും ഒക്കെ ചെടികൾ നട്ടേക്കുകയാണ്. ഉണ്ട് കൂട്ടുകാരേ ചെടികൾ. മെഴുക്കൂട്ട് വെക്കാനായിട്ട് അരിഞ്ഞ് വെച്ചതാണേ. മെഴുക്കൂട്ട് എടുക്കട്ടെ. ഇപ്പം ചെറുപയർ മുളപ്പിച്ച് വെച്ചേക്കുന്നത് എനിക്കറിയില്ല എന്തിനാണ്. കപ്പ പുഴുങ്ങിയതും ബീഫ് കറിയും ചേട്ടൻ കഴിക്കാനെ കൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണേ. പടക്കം പൊട്ടിക്കുന്ന കാണാൻ വന്നിരിക്കുക. ന്യൂ ഇയറിനന്ന് മോക്ക് നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് മോള് വീട്ടിലില്ലായിരുന്നല്ലോ. അപ്പോൾ അന്ന് അവൾക്ക് പടക്കമൊന്നും പൊട്ടിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ചേട്ടൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവച്ചിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞ് ഇന്ന് ആവട്ടെ, അപ്പോൾ സമാധാനത്തിൽ നിൽക്കാൻ, നൈറ്റിന് പോകണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എല്ലാം ചോറും കറിയെല്ലാം വെന്ന് കഴിഞ്ഞപ്പോൾ പടക്കം പൊട്ടിയില്ല. അപ്പോൾ ഇടന് ഭയങ്കര പേടിയാണ്. അത് പറക്കി ചേട്ടനെ കൊടുക്കുന്നതേ ഉള്ളൂ, എന്നിട്ട് മാറി നിൽക്കുക പേടിച്ച്. അങ്ങനെ ഞങ്ങൾ ഇന്ന് പൂത്തിരിയൊക്കെ കത്തിച്ചു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.